സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗതാരങ്ങളെ ഉടൻ അറിയാം. 100 മീറ്റർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ജൂനിയർ ബോയ്സിന്റെ 100 മീറ്റർ മത്സരം. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. മഹേഷ്, ഇനിയിപ്പോൾ ജൂനിയർ ബോയ്സിന്റെ 100 മീറ്റർ മത്സരമാണ് നടക്കാനിരിക്കുന്നത്. ട്രാക്കിൽ ആരൊക്കെയാണുള്ളത്? ഇപ്പോൾ ഒന്നാമത്തെ ട്രാക്കിൽ മുഹമ്മദ് റാഷിദ് കടക്കശ്ശേരി ഐഡിയൽ കടക്കശ്ശേരി മലപ്പുറത്തിന് ഐഡിയൽ കടക്കശ്ശേരി. അബിൻ എ നിലവിലെ ചാമ്പ്യൻ സ്കൂളാണ് ഐഡിയൽ കടക്കശ്ശേരി. ഒന്നാമത്തെ ട്രാക്കിൽ മുഹമ്മദ് റാഷിദ്. അബിൻ എ VMHSS വടവണ്ണൂർ പാലക്കാട്. അതുൽ TM മൂന്നാമത്തെ ട്രാക്കിൽ ഗവൺമെന്റ് DVHSS ചാരമംഗലം ആലപ്പുഴ. ജോ ജോസഫ് സെബാസ്റ്റ്യൻ ഗവൺമെന്റ് VHSS ബോയ്സ് കുന്നംകുളം തൃശൂർ. ശ്രീഹരി C ബിനു അവിടെ തുടങ്ങിയിരിക്കുന്നു ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്റർ. ചോദ്യങ്ങളില്ല 678 ചെസ് നമ്പർ അതുൽ TM ഗവൺമെന്റ് VHSS ചാരമംഗലം ആലപ്പുഴ അല്ലെ. നോക്കണം, അതൊന്ന് അവിടെ ആ റിസൾട്ട് ഔദ്യോഗികമായി വരേണ്ടതുണ്ട്. റിസൾട്ടിനായി നമ്മളിങ്ങനെ സ്ക്രീനിലേക്ക് കാത്തു നിൽക്കുകയാണ്. അവിടെ നോക്കൂ, ആ ഫോട്ടോ ഫിനിഷിന്റെ ആ ചിത്രം അവിടെ തെളിഞ്ഞു. ആ ഫോട്ടോ ഫിനിഷിന്റെ ചിത്രം തെളിഞ്ഞു കൃത്യമായി അവിടെ അവിടെ വരുന്നുണ്ട്. അതുൽ TM 10.81. അതൊരു റെക്കോർഡാണെന്ന് പറയാം. അതൊരു റെക്കോർഡാണെന്ന് നമുക്ക് ആദ്യം പറയാം. 10.81 1988 രാംകുമാർ നേടിയ റെക്കോർഡ് മറികടക്കുന്ന ഒരു പ്രകടനം. 10.81 സെക്കൻഡ് ആദ്യ റെക്കോർഡ് 100 മീറ്ററിൽ 1988 ഒരു റെക്കോർഡ് വേദിക്കുന്നു. 27 വർഷങ്ങൾക്ക് ശേഷം അല്ലെ, 27 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഇതില് ഏറ്റവും നിർമ്മിക്കുന്നതിന്റെ കോച്ചാണ്. പിന്നെ എന്റെ പാരന്റ് അതിലൊരു അതിലൊരു റെക്കോർഡാണ്. 1988 റെക്കോർഡാണ് പറയുന്നത്. അതെ, അതില് വളരെയധികം സന്തോഷമുണ്ട്. ഇല്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ ബെസ്റ്റ് ആണ്. ബെസ്റ്റ് ആവുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. വളരെ ടഫായിരുന്നു. ക്ലൈമറ്റ് ഒരു നേരിയ മഴച്ചാറ്റിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി. ഇല്ല, കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ളവർക്ക് എന്ന് അറിയാൻ മേലായിരുന്നു. എത്ര വർഷം പഴക്കമുള്ള റെക്കോർഡാണ് മറികടന്നതെന്ന് അറിയാമോ? ഇല്ല, 37 വർഷം മുൻപുള്ള റെക്കോർഡാണ് മറികടന്നത്. എത്രമാത്രം സന്തോഷമുണ്ട്. സാർ അങ്ങോട്ട് പോയി. സാറിന്റെ പേര്? സാംജി സാർ. എന്നെ ഇവിടം വരെ എത്തിച്ചത് സാറാണ്. ഈ റെക്കോർഡും എല്ലാം ഞാൻ സാറിന് വിളിക്കുന്നു. സാംജി സാർ. അപ്പോൾ 37 വർഷം പഴക്കമുള്ള ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത് കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. 37 വർഷത്തിന് പിന്നിൽ അതുൽ TM. ഒരു മൈക്രോ സെക്കൻഡ് കൂടി മാറിയിരുന്നെങ്കിൽ ജിജിൻ വിജയൻ പഴങ്കഥയായതിന്. സീനിയർ ലെവൽ പ്രകടനം. അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നോക്കണം. വേറെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. 3ാമത്തെ ട്രാക്കിൽ ഓടുന്നു, ജയിക്കുന്നു. 3ാമത്തെ ട്രാക്ക്. ഓക്കെ, പക്ഷെ അത് 3ാമത്തെ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഹീറ്റ്സിൽ ഏറ്റവും മികച്ച സമയം കണ്ടെത്തുന്ന ആൾക്ക് കിട്ടുന്നതായിരിക്കാം. അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിൽ നമുക്കൊരു കൃത്യമായ ധാരണയില്ല. ഏതായാലും അതിൽ TM ആണ് 3ാമത്തെ ലൈനിൽ. രാവിലെ റെക്കോർഡ് മറികടന്ന പ്രകടനം. ഞാൻ ഒരുപക്ഷെ രാവിലെ റെക്കോർഡ് മറികടന്ന പ്രകടനം നടത്തിയിട്ട് മെഡൽ ലഭിക്കാതെ പോയിരുന്നെങ്കിൽ എന്തുമാത്രം സങ്കടം അവനായനെ. അതിലായിരുന്നു 10.79 റെക്കോർഡ് മറികടന്ന പ്രകടനം നടത്തിയിരിക്കുന്നു അതിൽ രാവിലെ. ഇപ്പോൾ അതിൽ ആ സമയം മറികടന്ന് റെക്കോർഡ് മറികടക്കുന്നു, പുതിയ റെക്കോർഡ് കുറിക്കുന്നു. 10.81. ഞാൻ സമൃദ്ധ അതാണ് കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം തന്നെ 2 തവണ റെക്കോർഡ് സമയം മറികടന്നു. ഒരു ദിവസം 2 തവണ. ഇന്ന് രാവിലെ ഹീറ്റ്സിൽ 10.79 ഓടിയെത്തിയ അതുൽ
ഇപ്പോൾ 10.81 എന്ന് പറയുമ്പോൾ 2 മൈക്രോ സെക്കൻഡ്. മൂന്നാമത്തെ ലൈനിൽ ഓടിയെത്തിയ അതിൽ 2 മൈക്രോ സെക്കൻഡിന്റെ ഒരു വ്യത്യാസം. നേരത്തെ ഹീറ്റ്സിൽ ഓടിയപ്പോൾ 10.79, ഇപ്പോൾ 10.81.